Oh, we praise you, Lord. Hallelujah. Lord, we love your name. Yeshua. Lord, we praise your name. Only love you, Jesus. Holy, holy Lord. You are holy, holy Lord. Holy, holy Lord. You are holy, holy Lord. Holy, holy Lord. You are holy, holy Lord. Holy, holy Lord. You are holy. Holy, holy Lord. Thank you, Yeshua. Oh, holy, holy Lord. Jesus, we adore you, Lord. Yeshua, love you, Jesus. Holy, holy Lord. Rimina soli dhirate. Thank you, Jesus. Aradhana, Aradhana, Aradhana. Rajadirajan Aradhana, Aradhana, Aradhana. Lokaikanathan Aradhana, Aradhana, Aradhana. Rajadirajan Aradhana, Aradhana, Aradhana. Lokaikanathan Aradhana. കർത്താവേ, അപ്പാ ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കഴിഞ്ഞ മണിക്കൂറുകളായി അങ്ങയുടെ ശബ്ദവും അങ്ങയെ ആരാധിക്കുകയും ചെയ്ത നല്ല നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിന് നന്ദി അപ്പാ. ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത രാത്രിയാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ ചരിത്രത്തിൽ ഇടം നേടുന്നൊരു രാത്രിയാകട്ടെ. We praise you, Lord. ഒരുമിച്ച് ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നപ്പാ, ഞങ്ങളങ്ങ് ഉയർത്തുന്നു. അങ്ങ് മാത്രമാണ് ആരാധ്യൻ. എൻ്റെ പാറയാകുന്നവൻ നീ മാത്രമാണ്. എൻ്റെ കോട്ടയാകുന്നവൻ നീ മാത്രമാണ്. പാപത്തിന്റെ ചേറ്റിൽ നിന്നും എന്നെ ഉയർത്തിയവൻ നീ മാത്രമാണ്. ചേർന്ന് നമുക്ക് ആരാധിക്കാം. യേശുവാ. செற்றிலிருந்து தூக்கினா, கண்மலை மேல் நிறுத்தினா. செற்றிலிருந்து தூக்கினா, கண்மலை மேல் நிறுத்தினா. பாவமான வாழ்கை மாற்றி தந்தாரே.
போற்றுவே. ഉച്ചത്തിലുള്ള ആരാധന ചില ഗോപുരങ്ങളെ തകർക്കുന്നതാണ്. ഉച്ചത്തിലുള്ള ആരാധന ജയത്തിന്റെ செற்றிலிருந்தனை தூக்கினா கண்மலை மேல் செற்றிலிருந்தனை உயர்த்தி பாറമേലെന്നെ நிறுத்தி செற்றில் നിന്നെ ഉയർത്തി പാറമേലെന്നെ അവൻ നമ്മുടെ പാറയാണ്. ആ പാറയിലാണ് നമ്മുടെ അടിസ്ഥാനം. ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ആർക്കും നമ്മളെ ഒതുക്കുന്നു. നീ മാത്രം എന്നാശ്രയം. ഓ നീയൻ പാറ, നീയൻ പാറ, ഞാൻ ചാരുന്നു, ഞാൻ ചാരുന്നു.
ചേരുവോളം ഞാൻ പാടുവേ, ഞാൻ വാഴ്ത്തുവേ. നീ മാത്രമെന്നാശ്രയം. ഈ മണ്ണോടു ഞാൻ ചേരുവോളം ഞാൻ പാടുവേ, ഞാൻ പാടുവേ. നീ മാത്രമെൻ ആശ്രയം. നീ എൻ്റെ പാറയാണപ്പാ, നീ എൻ്റെ കോട്ടയാണ്. ഒരുമിച്ച് പാടാം. നീ എൻ്റെ പാറ, ഞാൻ നിന്നിൽ ചാരുന്നു. നീ മാത്രം എൻ്റെ ആശ്രയം. ഓ നീ എൻ പാറ, നീ എൻ പാറ, ഞാൻ ചാരുന്നു, ഞാൻ ചാരുന്നു. നീ മാത്രമെൻ ആശ്രയം. ഞാൻ ചാരുന്നു, ഞാൻ ചാരുന്നു. നീ മാത്രം. ഓ ഈ ശരീരം ഭാരം കൊണ്ട് നിറഞ്ഞാലും, ഈ ശരീരം മണ്ണോട് ചേർന്നത് വരെ ഞാൻ പാടും, എൻ്റെ ആശ്രയം നീ മാത്രമാണ്. Lord, we love you, Jesus. ഈ മൺകൂടാരം മണ്ണോട് ചേരുന്ന നാൾ വരെയും ഞാൻ പാടും, നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ ആശ്രയം. ഓ നീ എൻ്റെ ആശ്രയം. Thank you, Jesus. നീ എൻ പാറ, നീ എൻ പാറ, ഞാൻ ചാരുന്നു, ഞാൻ ചാരുന്നു. നീ മാത്രമെൻ ആശ്രയം. നീ എൻ്റെ പാറ, നീ എൻ പാറ, നീ എൻ പാറ, ഞാൻ ചാരുന്നു, ഞാൻ ചാരുന്നു. നീ മാത്രമെൻ ആശ്രയം. ഈ മൺകൂടാരം വൻഭാരത്താ ഉടഞ്ഞു തകർന്നിടുമോ? ഈ മൺകൂടാരം വൻഭാരത്താ ഉടഞ്ഞു തകർന്നിടുമോ? ഈ മണ്ണോടു ഞാൻ ചേരുവോളം ഞാൻ പാടുമേ, ഞാൻ പാടുമേ. നീ മാത്രമെൻ ആശ്രയം. ഞാൻ പാടുമേ, ഞാൻ പാടുമേ, ഞാൻ പാടുമേ. നീ മാത്രം. എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. എപ്പോഴും അവന്റെ സ്തുതി എൻ്റെ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. രോഗത്തിന്റെ കാലത്തായാലും, ദുഃഖത്തിന്റെ കാലത്തായാലും, നല്ല കാലമായാലും,
ഈ രാത്രി പറയാമോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്? ചില മീറ്റിങ്ങിൽ ഞാൻ അനുഭവിക്കാറുണ്ട്, ചില മീറ്റിങ്ങിൽ ഞാൻ അനുഭവിക്കാറില്ല. പക്ഷേ എങ്ങനെ അനുഭവിക്കാം? എനിക്ക് പറയാനൊരൊറ്റ വാക്കേ ഉള്ളൂ. നാം പറയുന്ന കാര്യം, നാം പാടുന്ന കാര്യം ഹൃദയത്തിൽ നിന്നും ചെയ്യണം. നാം എന്തു ചെയ്താലും ഹൃദയത്തിൽ നിന്നും കർത്താവിന് കൊടുക്കണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ. ഹൃദയത്തിൽ നിന്നും ചെയ്യുന്നതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ വെറുതെ ചെയ്താൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങ് ചെയ്യും. പക്ഷേ ഹൃദയത്തിൽ നിന്നും ചെയ്താൽ അതൊരു വ്യത്യാസമുണ്ട്. ഹൃദയത്തിൽ നിന്ന് നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ത്വക്ക് അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും, നമ്മുടെ കൈകൾ ചലിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈ ചലിക്കും, കണ്ണുകൾ ചലിക്കും, ത്വക്ക് പോലും അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഹൃദയകമായി. ഒരു പഴയ പാട്ടാണിത്. ഞാൻ യഹോവയ്ക്ക് കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ കർത്താവേ, ഈ വരികൾ ഇങ്ങനെ പാടണം. ലൈവിൽ ഇരിക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും ഒരുമിച്ച് ആരാധിക്കണം. ആ കണ്ണുകളിലേക്ക് നോക്കണം. ഞാൻ പാടുമ്പോൾ എൻ്റെ അനുഭവം, എനിക്കൊരിക്കലുണ്ടായ ഒരു വെളിപ്പാടിൽ നിന്ന് ആരാധിക്കുമ്പോൾ എപ്പോഴും അർത്ഥമുള്ളതാണ്. ഹൃദയത്തിൽ നിന്നൊരു സിംഹാസനം എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കും. എന്നിട്ട് ഞാൻ പാടുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കി പാടും. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇത് നോക്കി പാടുമ്പോ ആ യേശുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പാടണം. പക്ഷെ ഞാൻ ചില വരികൾ പാടുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ കഴിയും. ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു അഭിഷക്തൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണുകൾ തുറന്നത്. ഈ പാട്ടിങ്ങനെ ഞാൻ പാടുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇത് നാം അങ്ങോട്ട് പാടുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അടുത്ത ശബ്ദമാണ് നാം ആത്മാവിൽ പാടുന്നത്. യേശു പറയുകയാണ്, നമ്മൾ യേശുവിനെ നോക്കി പറയുകയാണ്, അപ്പാ നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. തിരിച്ച പിതാവ് ഭൂമിയെ നോക്കിയിട്ട്, ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഇരിക്കുന്ന നാം, പല സ്ഥലങ്ങളിലും പല പട്ടണങ്ങളിലും ആയിരിക്കുന്ന നാം നമ്മുടെ ദൈവത്തിന് ശ്രേഷ്ഠന്മാരാണ്. അപ്പന്റെ വാക്കതാണ്, നിങ്ങൾ എനിക്ക് ശ്രേഷ്ഠമുള്ളൊരു ജാതിയാണ്, നിങ്ങൾ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അവകാശമാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. ആ അപ്പനിക്ക് പറയാണ്, ഒന്നുകൂടെ പാടാമോ? എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയും. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക്. സ്വർഗത്തിലെ വാക്കാണിത്, ആ അപ്പന്റെ വാക്കാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.
നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവൻ എങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവൻ എങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഓ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ. ഒരേ സ്വരത്തോടെ ഒരുമിച്ച് ഹല്ലേലൂയ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നും എന്നുമുള്ളത് അവന്റെ ദയ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നും. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാമവന്റെ നാമം. പെരുവെള്ളത്തിൻ
ബഹുമാനം ശക്തിയും ബലവും എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സകലതും യേശുവിന് മാത്രം, സകലതും യേശുവിന് മാത്രം. ഓ ശാന്തരബാരിയാന്ത്രദേലയാരവോ സദരേ Sakia, oh, Arama, Arama, Yanimil, Shernalo, Yadominum, Madua.
മാറാത്ത സ്നേഹിതനെ, ഹൃദയത്തിൻ വാതിൽ തുറക്ക യേശുവേ, ജീവനാഥനായി നുള്ളത്തി യേശുവേ വാ. ഹൃദയത്തിന്റെ വാതിൽ, ഹൃദയത്തിൻ വാതിൽ തുറക്ക യേശുവേ വാ. ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ വാ. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശുവേ, യേശു. ഈ രാത്രി യേശു നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു, യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എന്റെ കരച്ചിലിന്റെ ശബ്ദം, എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു, യേശു മാത്രം. യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എന്നപ്പനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ,
Hallelujah. Praise the Lord. Oh, glory to Jesus. Glory to Lord. Glory to Jesus. യേശു ഇന്ന് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വരികയാണ്. പലരുടെയും ഭവനത്തിനകത്ത് ഇന്ന് രാത്രി രക്ഷയായ യേശു ഇറങ്ങി വരാൻ പോവുകയാണ്. പലരുടെയും കുടുംബത്തിനകത്ത് യേശു ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് എക്സോഡസ് മിനിസ്ട്രിയിലൂടെ, എക്സോഡസ് മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാവരോടും ദൈവാത്മാവ് ചിലർക്ക് സൂക്കോ താഴ്വര ഒരുക്കാൻ പോവുകയാണ്. സൂക്കോ താഴ്വരയിൽ വെച്ചാണ് രാവും പകലും അവരെ വഴി നടത്താൻ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവരോട് കൂടെ പോകുന്നത്. എക്സോഡസ് പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 21. അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്നും മാറിയതുമില്ല. ഒരിക്കലും വിട്ടുമാറാത്തൊരു ദൈവ സാന്നിധ്യം ഇസ്രായേൽ മക്കൾ അവരെ വഴി നടത്താൻ മേഘസ്തംഭത്തിലും രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും യഹോവ വിട്ടുമാറാതെ നിന്നതുപോലെ ഇന്ന് പലരുടെയും ഈ രാത്രിയിൽ എക്സോഡസ് മിനിസ്ട്രിയിലൂടെ ദൈവാത്മാവ് പറയുന്നു, പലരുടെയും സൂക്കോത്താണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഒരിക്കലും ഒരിക്കലും പിരിയാത്ത, ഒരിക്കലും വിട്ടുപോകാത്തൊരു ദൈവ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. ഈ രാത്രി പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ സംസാരിക്കുന്നു. ഈ കർത്താവ് പറയുന്നു, ഒരിക്കലും വിട്ടുപോകാത്തൊരു ദൈവ സാന്നിധ്യം നിന്നെ തൊടാൻ പോവുകയാണ്. ദ പില്ലർ ഓഫ് ക്ലൗഡ്, ദ പില്ലർ ഓഫ് ഫയർ. ഇതേ പില്ലറാണ്, അഗ്നിയുടെ തൂണാണ്. യെരുശലേമിൽ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അവരുടെ നടുവിൽ ഇറങ്ങി വന്നത് അഗ്നി തൂണാണ്. ഇസ്രായേൽ മക്കൾ കണ്ട് അതേ അഗ്നിത്തൂണ് വീണ്ടും പുതുനിയമത്തിനകത്ത് ഇറങ്ങി വരുന്നു. പക്ഷേ അവിടെ അഗ്നിത്തൂണ് കൊണ്ട് മുൻപേ നടക്കാൻ നിന്നില്ല. അതൊരു പിളർന്ന നാവായി മാറി അവരെ വിഴുങ്ങിയതുപോലെ സംതിങ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഈ രാത്രി കേൾക്കുന്നവരെ ദൈവം സ്പർശിക്കാൻ പോവാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നെങ്കിൽ അത് നേറ്റെടുത്താട്ടെ. എനിക്ക് ഉറപ്പുണ്ട് ഈ രാത്രി കർത്താവ് അത് ചെയ്യാൻ പോവാണ്. ഈ രാത്രി കർത്താവ് അത് ചെയ്യാൻ പോവാണ്. പില്ലർ ഓഫ് ക്ലൗഡ്, മേഘത്തിൽ നിന്ന് മേഘസ്തംഭമായും അഗ്നിസ്തംഭത്തിന് നടുവിൽ യഹോവ ഇരുന്നതുപോലെ ഒരിക്കലും വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം നിന്നെ തൊടാൻ പോവുകയാണ്. താങ്ക് യു ലോർഡ്. ഓ താങ്ക് യു ലോർഡ്. We love you Lord. We love you Lord. We love you Lord. ഞാൻ പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആരാധിക്കാനാണ് ഇഷ്ടം. പക്ഷേ കുറച്ച് വാക്യങ്ങൾ ഈ രാവിലെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് ഇന്ന് എക്സോഡസ് മിനിസ്ട്രിയിൽ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം എക്സോഡസിന്റെ ബുക്കിൽ നിന്നാണ്. എക്സോഡസ് അവർ അടിമത്തം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ, മിസ്രൈമ്യർ അവർ ചെങ്കടലിൽ മുങ്ങിപ്പോയപ്പോൾ അവർ പാടി ആരാധിച്ചൊരു വിജയഗീതമുണ്ട്. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടിയതെന്നാൽ അവൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ. ചില സങ്കീർത്തനങ്ങൾ എഴുതുന്നവർ ഇതിൽ നിന്ന് പുറത്തു വരാൻ പോവാണ്. തയ്യാറാകുക, പുതിയ സങ്കീർത്തനങ്ങൾ എഴുതാൻ. അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, അവൻ മഹോന്നതൻ. കുതിരകളെയും അതിന്മേലിരിക്കുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്കു രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിന്റെ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും.
ഇതൊരു ജയഗീതമാണ്. കൊറോണ വൈറസ് ലോകമെമ്പാടും പിടിച്ച കോവിഡിന്റെ ഭീതിയിലിരിക്കുമ്പോൾ നമ്മൾ ജയഗീതം പാടുകയാണ്. അവൻ മഹോന്നതനാണ്, ഈ വ്യാധിയെയും അവൻ നശിപ്പിച്ചിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പലരും ചിന്തിക്കുന്നു, പലരും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞവർ വീണ്ടും മാറ്റി പറയുന്നത് എങ്ങനെയാണ്? പുറത്തുള്ള ആസ്ട്രോളജൻസ്മാരും അവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഇത് വർഷങ്ങളോളം നീണ്ടും, 1 വർഷത്തോളം പോകും. പക്ഷേ ഞാൻ പറയുന്നു, വേഗത്തിലൊരു മാറ്റം സംഭവിക്കുമെന്ന്. ഒരു ജയത്തിന്റെ ഗീതം പാടും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന നാമം, യഹോവ യുദ്ധവീരൻ, യഹോവ എന്നവന്റെ നാമം. യഹോവ യുദ്ധവീരൻ, യഹോവ എന്നവന്റെ നാമം. അവന്റെ നാമം യഹോവ എന്ന. ഫറവോന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ രഥിപ്രഭന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവയേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവയേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു. യഹോവയേ, വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവെ തകർത്തു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഗ്രഹിക്കുന്നു. നീ നിന്റെ ക്രോധം അയക്കുന്നു, അതവരെ താളടിയെ പോലെ ദഹിപ്പിക്കുന്നു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുനിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുനിച്ചുകൂടി, കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചു. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. നീ നിന്റെ കാറ്റിനെ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവയേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ വിശുദ്ധിയിൽ മഹിമയുള്ളവനേ, സ്തുതികളിൽ ഭയങ്കരനായോനേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നോനേ, നിനക്കു തുല്യനായ യഹോവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ വിശുദ്ധിയിൽ മഹിമയുള്ളവനേ, സ്തുതികളിൽ ഭയങ്കരനേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനേ, നിനക്കു തുല്യനായ ആത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവ, നിന്റെ ജനം കടന്നു. നീ സമ്പാദിച്ച ജനം ഞങ്ങൾ കടന്നിരിക്കുകയാണ്. യഹോവേ, നിന്റെ ജനമായ ഞങ്ങൾ കിടക്കും. നീ സമ്പാദിച്ച ജനം കിടക്കും. നീ അവരെ കൊണ്ടുചെന്ന് തിരുവാസത്തിലൊരുക്കിയ സ്ഥാനത്ത്, യഹോവേ, നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവേ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ നീ അവരെ കൊണ്ടുചെന്ന്
തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവയെ നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. യഹോവയെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ തന്നെ യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. യഹോവ എന്നും എന്നേക്കും രാജാവായി മാറും. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. We proclaim യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. യഹോവ എന്നും എന്നേക്കും നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, നീയല്ലോ നീയല്ലോ എന്റെ രാജാവ്, രാജാവ് നീയല്ലോ പിതാവ്, നീയല്ലോ നീയല്ലോ എന്നും എന്നേക്കും രാജാവ്, നീയല്ലോ പിതാവ്, നീയല്ലോ രാജാവ്, രാജാവ്. ഹല്ലേലൂയ. പിതാവ് പിതാവ് അങ്ങേപ്പോൾ മറ്റാരും ഇല്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല. ഈ വിജയഗാനം പാടി പുറപ്പെടുന്നത് പോലെ ഇന്ന് ഭയത്താൽ ഇരിക്കുന്ന ലോകത്തെ നോക്കി നാം വിജയഗാനം പാടിയിരിക്കുകയാണ്. ചിലരെ നോക്കി ആത്മാവിൽ ഞാനൊന്ന് പ്രവചിക്കാം. ഇത് ബൈബിളിലുള്ളൊരു വാക്യമാണ്. ഇന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു വാക്യമാണ്. ഈ ദിവസങ്ങളിൽ ചിലരെ ബന്ധുമിത്രാദികൾ തേടി വരാൻ പോവുകയാണ്. ബന്ധുജനങ്ങൾ മോശയെ സന്ദർശിക്കാൻ വന്നതുപോലെ ചിലരെ സന്ദർശിക്കാൻ വരാൻ പോവുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ബന്ധുജനങ്ങൾ മോശയെ സന്ദർശിക്കാൻ വന്നതുപോലെ ചിലരെ സന്ദർശിക്കാൻ പോവുക. ബന്ധുജനങ്ങൾ മോശയെ സന്ദർശിക്കാൻ വന്നതുപോലെ പലരും ചിന്തിച്ചു അവിടെ നിന്ന് ഇനി ഒരു ഉയർച്ചയില്ല, ഇനി ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു, എല്ലാം ഒതുങ്ങിയെന്ന് പറയുമ്പോൾ അവനിൽ കൂടെ നടക്കുന്ന അവന്റെ പിതാവായ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോന്റെ മാളിങ്കിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രോവും അമ്മായപ്പനായി ഇത്രോവും എല്ലാം അന്വേഷിച്ചു വന്നതുപോലെ ഈ ദിവസങ്ങളിൽ നാശമാണ്, ഇവൻ നഷ്ടമാണെന്ന് പറഞ്ഞ ചില ബന്ധുമിത്രാദികൾ നിങ്ങളെ അന്വേഷിച്ച് വരാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്ന പിതാവേ, ചിലരുടെ മേൽ ദൈവം വാഗ്ദത്തത്തെ പുതുക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വീണ്ടും വാക്യം സംസാരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വീണ്ടും സംസാരിക്കുകയാണ്. ഇന്ന് എക്സോഡസ് മിനിസ്ട്രിയിലൂടെ എക്സോഡസിൽ നിന്ന് തന്നെ ദൈവം സംസാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം. അവിടെ മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു കൽപ്പിച്ചത്, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തത് നിങ്ങളുടെ കഴുകന്മാരെ ചിറകിൽ വഹിച്ചു കൊണ്ടുവന്നു. മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ, ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ
നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നീ ദൈവത്തിനൊരു പ്രത്യേക സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രവചിക്കാം, നീ ദൈവത്തിന് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. നീ ദൈവത്തിനൊരു പ്രത്യേക സമ്പത്തും. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. തലയെ കൈവച്ച് പറയാൻ കഴിയുന്നവർ പറയാമോ? ഞാൻ സകല ജാതികളിലും വെച്ച് ദൈവത്തിന് പ്രത്യേക സമ്പത്താകും. ഞാൻ പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനമാകുന്നു. മോശ വന്ന മൂപ്പന്മാരെ വിളിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ച വചനങ്ങളൊക്കെയും അവരെ കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ചെയ്യുമെന്ന് ജനം പറഞ്ഞപ്പോൾ മോശ ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേട്ടതും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിന് ഞാനിതാ മേഘതമസ്സിൽ നിന്റെ അടുക്കൽ വരുന്നു എന്നരുളി ചെയ്തു. ജനത്തിന്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. ചില വാഗ്ദത്തങ്ങൾ ദൈവം വീണ്ടും പുതുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ നോക്കി ചില വാഗ്ദത്തങ്ങൾ ദൈവം വീണ്ടും പുതുക്കാൻ പോവുക. അപ്പൊ ആ പുതിയ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ റെഡിയാണ്. ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ പുതിയ വാഗ്ദത്തങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ്. സ്തുതിച്ചു പാടിടും മഹിമാങ്ങയ്ക്ക് എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമാങ്ങയ്ക്ക് എൻ കരങ്ങളെ ഉയർത്തി. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. അങ്ങ് വലിയവനാണ്, അത്ഭുതങ്ങളെ ചെയ്തവനാണ്.
ആർക്കുമാവതില്ലേ. വിട്ടു പിരിഞ്ഞിടാതെ കൂടെ നിർത്തിടാൻ വേറെ ആരുമില്ലേ. എന്നെ അടുത്തറിഞ്ഞെൻ്റെ കൂടെ വന്നിടാൻ ആർക്കുമാവതില്ലേ. വിട്ടു പിരിഞ്ഞിടാതെ കൂടെ
എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. അത് ചിലപ്പോൾ മുറിക്കടച്ചിരുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ രഹസ്യത്തിലുള്ള